അവരെത്ര GST അടച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചോ അവർ ഏതൊക്കെ ഇൻകത്തിനാണ് GST അടച്ചത് ഒരു വിവരവും നിങ്ങളുടെ കയ്യിലില്ല. ചെറിയ കർഷണം കടലാസുകൾ വെച്ച് നിങ്ങൾ കേരള സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് മറുപടി എന്നോട് നിങ്ങൾ ഇപ്പോഴും പറയുന്നു എങ്ങനെയാണ് GST രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പ് ടാക്സ് അടയ്ക്കാൻ പറ്റുക പറയുന്നു. എന്താണ് മാത്യു ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അവരൊരു സർവീസ് നടത്തി പൈസ മേടിക്കുമായിരുന്നല്ലോ, അപ്പൊ അവർക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വേണോ? വേണം. സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൈസ മേടിച്ചു സാർ സമ്മതിക്കും? സാർ പറഞ്ഞ പിന്നീട് അടച്ചു എന്നാണല്ലോ സാറിന്റെ വാദം. GSTക്ക് മുമ്പ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വേണം. അത് അവർക്കുണ്ടോ? മാത്യു ചോദിച്ചില്ല. സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉള്ള ഈ GST രജിസ്ട്രേഷൻ പ്രത്യേകം എന്താണെന്നറിയോ? ഒന്നല്ലേ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉള്ള ആളാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാം, അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അവർക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ലാന്നുള്ള സമ്മതിച്ചോ? ഞാൻ ചോദിക്കുന്നത് സാറിനൊരു വാദം ഉണ്ടോ അവർക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ല? എനിക്കുണ്ട്. കേക്ക് ഇത് അല്ലെന്ന് പ്രീ GST പീരീഡിൽ ഇവർ പൈസ മേടിച്ചു സാർ അംഗീകരിക്കണ്ടോ? മാത്യുവിന്റെ വാദം ഞാൻ അംഗീകരിക്കും. എനിക്കറിയില്ല. മേടിച്ചു, കാരണം മേടിച്ച ഡേറ്റ്സ് ഉണ്ടല്ലോ. ആയിക്കോട്ടെ. പക്ഷേ GSTക്ക് ആ കേസ് ഒറ്റ കാര്യം തെളിയിച്ചാൽ മതി. എനിക്ക് GSTക്ക് മുമ്പ് അവർ പൈസ വാങ്ങിയിരുന്നു. ആ സമയത്ത് അവർക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. That shows he was not paying tax. Exactly.